സോ വൺ പീസ് ഈസ് ബാക്ക്. നമ്മൾ കുറേ ബ്രേക്കിന് ശേഷം വൺ പീസ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നല്ല, ഒരു 2 ആഴ്ചയായി തുടങ്ങിയിട്ട്. കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച ഒരു 2 എപ്പിസോഡുകൾ റിലീസ് ചെയ്തിരുന്നു, ശനി ഞായറായിട്ട്. ദെൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ഗംഭീര എപ്പിസോഡ് കണ്ടു. സോ അതിൻ്റെ അവർ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കിടിലൻ സ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു വലിയ ബ്രേക്കായിരുന്നു. അറൗണ്ട് ഒരു 6 to 8 മാസത്തിനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ നവംബറിൽ എന്തോ നിർത്തിയതാണ്. സോ ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാനോ ആർക്ക് കഴിഞ്ഞിട്ടുള്ള എഗ്ഹെഡ് ആർക്കാണ്. എഗ്ഹെഡ് ഒരു വലിയ സെറ്റപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു പീക്ക് മൊമെൻറ്റിലായിരുന്നു അവർ കഴിഞ്ഞ വട്ടം നിർത്തിയത്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മൾ വാനോയിൽ മറ്റേ അവർ ഫൈറ്റ് തുടങ്ങില്ല, മറ്റേ ആ ഒരു ബാറ്റിൽ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് നിർത്തുക, അതുപോലെ ഒരു ക്രൂഷ്യൽ പോയിന്റിലായിരുന്നു ഇത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് കഴിഞ്ഞ് വൺ പീസ് വരുമ്പോൾ ആനിമേഷൻ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ബാക്കിയുള്ള സാധനങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. രോമാഞ്ചം കൊള്ളിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ മറ്റേ ലൂഫിയുടെ ഒരു കിടില സാധനമുണ്ട്. ആൻഡ് അതിലൊക്കെ ഉപരി ഈ ആർക്കിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയായിട്ട് തോന്നിയത് വാനോയിലൊക്കെ ഫുൾ ഓൺ ഫുൾ ബാറ്റിൽസ് ആയിരുന്നെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ 1-2 ചെറിയ ബാക്ക് സ്റ്റോറീസ് മാത്രമാണ് പറഞ്ഞു പോയത്. ഒരു മെയിൻ ക്യാരക്ടർ നമുക്ക് വലിയ റിവീൽ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഇതിലങ്ങനെയല്ല. പല കാര്യങ്ങൾ ഇതുവരെ വൺ പീസിൽ പറയാത്ത, ചർച്ച ചെയ്യാത്ത, എത്ര വർഷം, ഒരു 10-25 വർഷമായിട്ട് തൊടാത്ത കുറേ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ കുറേ റിവീലിംഗ് ഇതിൽ വരുന്നുണ്ട്, ഇനിയും കുറേ വരാൻ. അതാണ് ഈ ഒരു ആർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നുന്നു. സോ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്ത് അതിനോടൊപ്പം തന്നെ വേണ്ടത്ര ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് ഇനി ഒരു ഗംഭീര സാധനം വരാതിരിക്കുന്നുണ്ടെന്നുള്ള ഒരു വലിയൊരു ഹൈപ്പ് തന്നിട്ടാണ് ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഇവരുടെ രണ്ടാമത്തെ തുടക്കം. സോ വൺ പീസ് ആ ഒരു ബ്രേക്കിനോട് നിർത്തിയിട്ടുള്ളവരെ അല്ലെങ്കിൽ അവിടെ ഹോൾട്ട് ചെയ്ത് വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു തുടങ്ങുക. ഇതുവരെ വൺ പീസ് കാണാത്തവരുണ്ട്, ഈവൻ വാനോ കണ്ടു തുടങ്ങാത്തവരുണ്ട്, ഇത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർ ഫോളോ അപ്പ് ചെയ്ത് കാണുമ്പോഴുള്ള രസമുണ്ടല്ലോ, അതൊരു അടിപൊളി സംഭവമാണ്. കാരണം ഇനീഷ്യലി എനിക്കത് കിട്ടിയിരുന്നില്ല. ഞാൻ വാനോ വരെയോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഒരു ആർക്ക് വരെയൊക്കെ തന്നെ ഈ ഒരു ഒറ്റയടിക്ക് ഇങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്ത് കണ്ടതാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു 1 വീക്കിൽ കിട്ടുന്ന നമുക്കുള്ള എക്സൈറ്റ്മെൻ്റ് ഉള്ള അതിലുണ്ടാകുന്ന ചർച്ചകളും അതൊക്കെ തന്നെ ഗംഭീരമാണ്. അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഗംഭീര തിരിച്ചുവരവാണ്. ആദ്യത്തെ 2 എപ്പിസോഡിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫ്ലാഷ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ തൊട്ട് മുമ്പ് ഇറങ്ങിയ എപ്പിസോഡ് അല്ലെങ്കിൽ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു 3ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തെ ആ ഒരു ലൂഫിയുള്ള ഒരു ചവിട്ടിൽ തുടങ്ങി സംഭവം ഇനി അങ്ങോട്ട് പൊളിക്കുന്നുള്ളത് തീർച്ചയാണ്. സോ വൺ പീസിൻ്റെ എഗ്ഹെഡ് ആർക്ക് ഫോളോ അപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ആർക്കിനെ പറ്റിയുള്ള ഇതുവരെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലുള്ള വീണ്ടും കാണാം.